DBFS Market View സമർപ്പിക്കുന്നത് DBFS Wealth Management and Non-Banking Finance. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. വിൽപ്പന സമ്മർദ്ദത്തിൽ ഓഹരി വിപണികളിൽ കറുത്ത ബുധൻ. വ്യാപാരമധ്യേ സെൻസെക്സ് 1100 പോയിന്റ് വരെ താഴ്ന്നു. നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ 5% ഇടിഞ്ഞു. തകർച്ച SME ലിസ്റ്റിംഗിൽ കൃത്രിമം നടക്കുന്നെന്ന സെബി മേധാവിയുടെ പരാമർശത്തെ തുടർന്ന് IT ഒഴികെ എല്ലാ മേഖലകളും നഷ്ടത്തിൽ. 3 ദിവസം കൊണ്ട് നിക്ഷേപകർക്ക് നഷ്ടമായത് 21 ലക്ഷം കോടി രൂപ. കാൽനൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വേതന വർധനവിനൊരുങ്ങി ടൊയോട്ട. വേതന ചർച്ചകളിൽ യൂണിയൻ ആവശ്യങ്ങൾ അംഗീകരിച്ച പാനസോണിക്, നിപ്പോൺ സ്റ്റീൽ, നിസാൻ കമ്പനികൾ. ബാങ്ക് ഓഫ് ജപ്പാനിൽ നെഗറ്റീവ് പലിശ നിരക്ക് നയം അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങിയെന്ന് പ്രതീക്ഷ. വമ്പൻ ടെക് കമ്പനികളെ നിയന്ത്രിക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള ഇന്ത്യൻ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ഇലോൺ മസ്കിന്റെ എക്സ്. നിയന്ത്രണത്തോട് പൂർണ്ണമായും യോജിക്കാതെ ഗൂഗിൾ, ആപ്പിൾ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഊബർ എന്നീ കമ്പനികൾ. പ്രതികരണം: ടെക് ഭീമന്മാരുടെ മത്സരവിരുദ്ധ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള കരട് നിയമനിർമ്മാണ നിർദ്ദേശത്തോട്. അന്യായമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ ആഗോള വിറ്റുവരവിന്റെ 10% വരെ പിഴ ഈടാക്കാൻ വ്യവസ്ഥ. 2 ഡൽഹി മെട്രോ ഇടനാഴികളുടെ വികസനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 20 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴികൾക്ക് ചെലവ് 8400 കോടി രൂപ. 2.5 ലക്ഷം യാത്രക്കാർക്ക് ഉപകാരപ്രദമാണ് ഇടനാഴികളെന്ന് വിലയിരുത്തൽ. രാജ്യത്തെ ഓൺലൈൻ ബസ് ബുക്കിംഗുകളിൽ 67% മെട്രോ ഇതര മേഖലകളിൽ നിന്ന് റെഡ് ബസ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം മ്യൂച്വൽ ഫണ്ട് അസോസിയേഷന്റെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. സാധാരണ നമ്മൾ വിചാരിക്കുന്ന സ്ത്രീകൾ നിക്ഷേപ പദ്ധതികളിൽ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല, പ്രത്യേകിച്ച് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളിൽ. എന്നാൽ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ കണക്കുകൾ ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് കാണിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന മലയാളികളിൽ 31% വനിതകളാണെന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പുതുച്ചേരിക്കൊപ്പം 2ാം സ്ഥാനത്താണ് കേരളം. 32% വനിതാ പങ്കാളിത്തമുള്ള കർണാടകയാണ് ദക്ഷിണേന്ത്യയിൽ 1ാമത്. ദേശീയ തലത്തിൽ മൊത്തം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരിൽ 24% ഉള്ളൂ വനിതകൾ. ഇതിനേക്കാളും ബഹുദൂരം മുന്നിലാണ് കേരളത്തിലെ സ്ത്രീ പങ്കാളിത്തം. ഇന്ത്യയിൽ വനിതാ നിക്ഷേപകരുടെ പങ്കാളിത്തത്തിൽ ഏറ്റവും മുന്നിൽ ഗോവയാണ്. ഇനി ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയ ഇടിവാണ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. 338 പോയിന്റ് താഴ്ന്ന് 21,997 ദേശീയ ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 906 പോയിന്റ് താഴ്ന്ന് 72,761 വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ 1100 പോയിന്റ് വരെ സെൻസെക്സ് ഇടിയുന്ന ഒരു നിലയുണ്ടായി. ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളൊക്കെ ഇന്ന് നഷ്ടത്തിലായിരുന്നു. ഇനി US ഡോളർ റുപ്പി വാല്യൂ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രൂപ 4 പൈസ കുറഞ്ഞ് 82 രൂപ 83 പൈസ എന്ന നിലയിലാണ് വിനിമയം അവസാനം നടന്നത്. ഇന്നത്തെ മാർക്കറ്റ് വിശകലനത്തിനായി ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്, MD DBFS. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഈ സെബി മേധാവിയുടെ ആ പരാമർശത്തെ തുടർന്ന് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾക്ക് ഒരു വലിയ തകർച്ചയുണ്ടാകുന്നു. ഇന്ന് മാത്രം ഒരു 13.5 ലക്ഷം കോടി രൂപയാണ് നിക്ഷേപകർക്ക് നഷ്ടം വന്നതെന്ന കണക്കുകൾ വരുന്നു. മറ്റൊന്ന്, ചില വിദഗ്ധർ പറയുന്നത് ഈ ക്രിപ്റ്റോ കറൻസികൾ പല രാജ്യങ്ങളും നിയമവിധേയമാക്കുമ്പോൾ, ക്രിപ്റ്റോയുടെ മൂല്യം ഇത്രയധികം കൂടി നിൽക്കുമ്പോൾ അത് ക്യാപിറ്റൽ മാർക്കറ്റിന് ഒരു ഭീഷണിയാകുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി കുറച്ച് ദിവസങ്ങളിലേക്ക് മാർക്കറ്റ് ഒരു കറക്ഷനിലായിരിക്കും. ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. ഇന്ന് മാർക്കറ്റ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു. വളരെ വിഷ്യസ് ആയിട്ടുള്ള ഒരു കറക്ഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിക്ഷേപകർ ഇന്ന് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിലുള്ള ഒരു വാല്യുവേഷനെ സംബന്ധിച്ചുള്ള കൺസേൺ പലരും പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പ്രോഗ്രാം വഴി തന്നെ പലതവണ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും അത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പിൽ മാത്രം നിൽക്കാതെ ലാർജ് ക്യാപ്പിലോട്ടുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇപ്പം സെബി ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സ്ട്രെസ് ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ലിവറേജ് ആയിരിക്കാം. എന്താണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് വലിയ തോതിലുള്ള നഷ്ടം ഇന്നുണ്ടായിട്ടുണ്ട്. ഈ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് മാർക്കറ്റ് റിക്കവർ ചെയ്തില്ല. താഴേക്ക് സെല്ലിംഗ് പ്രഷർ വരികയായിരുന്നു. സാധാരണ രീതിയിൽ എക്സസ് ലിവറേജ് ഉള്ളപ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ഒരു ട്രെൻഡ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിൽക്കും അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് താഴുമെന്ന് നമുക്ക് പറയാനൊക്കില്ല. നിക്ഷേപകർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാർക്കറ്റ് ഒരു സ്റ്റെബിലിറ്റി ആകുന്നതിന് വരെ കുറച്ച് കോഷ്യസ് ആയിട്ട്, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ബൈയിങ്ങോ സെല്ലിങ്ങോ ട്രേഡിംഗ് പൊസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ഔട്ട്ലുക്ക് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഈ താഴ്ച വളരെ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. ശരി, എന്തായാലും ഭാവിയിൽ നല്ല ഒരു വാങ്ങൽ
അവസരമായി മാർക്കറ്റ് മാറും എന്നാണ് ശ്രീ പ്രിൻസ് ജോർജ് പറയുന്നത്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ബാക്ക് ടു ഇന്ന് സംഭവിച്ചത്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.